മുരളി വീട്ടിലുണ്ടോ? ഉണ്ട്. നീ ചെന്ന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയും. ചെല്ല്. എന്താ ഒരു ദേഷ്യം? മനുഷ്യനെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഈശ്വര, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. എന്താടി അവിടെ ഒരു പൊട്ടലും ചീറ്റിലൊക്കെ കേട്ടല്ലോ. എന്തായിരുന്നു പ്രശ്നം? ഒന്നും പറയണ്ടടി, പ്രഭകുഞ്ഞ് ആകെ കരികേറിയ മട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നതോടുകൂടി സ്വഭാവം ആകെ അടിമുടി തിരിഞ്ഞിരിക്കുക. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. മാഡം എന്തിനാ നിന്നോട് ബഹളം വെച്ച്? പ്രശ്നം അത് തന്നെ. ദേവിക മരുമോളായില്ലേ, സഹിക്കാൻ പറ്റൂ. സഹിച്ചേ പറ്റൂ എന്ന് നിനക്ക് പറയാം. പ്രഭകുഞ്ഞിന് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇനിയിപ്പൊ അംഗീകരിക്കാതിരുന്നത് എങ്ങനെയാ? കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയില്ലേ എന്ന് പറഞ്ഞ മീരമോൾ ഇനി എന്ത് ചെയ്യും? തറവാടിന് ഇനി എന്തുകൊണ്ട് ചേർന്ന ബന്ധം അതല്ലേ? നീ എന്താ തരാതരം പോലെ മാറ്റി പറയുന്നേ? മീരമോളെ വെച്ച് നോക്കുമ്പോ ദേവിയക്ക് പുല്ല് വിലയല്ലേ. പോരാത്തതിന് താലി കെട്ടിയത് കാണും ചെയ്തു. ഇനി ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അപ്പൊ പിന്നെ പ്രഭകുഞ്ഞിന്റെ കാര്യം പറയണോ? ഈ കാര്യത്തിൽ മാഡം ഈ വീട്ടിൽ ശരിക്കും ഒറ്റപ്പെട്ടു പോയി. എല്ലാരും നന്ദമോന്റെ ഭാഗത്താ. അതാ മാഡത്തിന് ഇത്തിരി കലിപ്പ്. ഒറ്റപ്പെട്ടു പോയാലും പ്രഭകുഞ്ഞൊരു ഇഞ്ച് വിട്ടുകൊടുക്കില്ല. നന്ദമോനും പിന്നോട്ട് പോവില്ല. ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെ നടക്കുവോ? ഭഗവാനെ, കൊലപാതകത്തിന് സാക്ഷിയാക്കല്ലേ. പോലീസുകാരെ കാണുമ്പോഴേ എന്നെ മുട്ടു പറിക്കും. നാക്ക് വിളിച്ചൊന്നും പറയാതിരി. വേഗം ജോലിയൊക്കെ തീർക്കാൻ നോക്ക്. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. നീ ഇപ്പല്ലേ ഇങ്ങോട്ട് വന്നേ? മിനിറ്റ് ഓടിപ്പോയി നോക്കാൻ നിന്റെ കെട്ടിയോടിരിപ്പുണ്ടോ? മുരളി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ആണോ? എനിക്ക് പേടിയായിട്ട് വയ്യ. അവനോട് ഇനി എന്തൊക്കെയാണോ പറയാൻ പോണത്? മുരളിയോട് ചോദിക്കാനേ കാര്യങ്ങൾ കുറച്ചുണ്ട്. നീ പൊന്നുപോലെ ശരിക്കൊന്ന് കണ്ടോ. നല്ല സ്ഥലത്തോട്ടാ വരാൻ പോകുന്നത്. വന്ന പോലെ അവൻ തിരിച്ചു പോവില്ല. പല്ലും പൊടിയും ബാക്കി കിട്ടിയാൽ ഭാഗ്യം. നിന്റെ ഈ വായിൽ നശിപ്പിന്റെ ഭാഷ മാത്രമേ പോയി കുഞ്ഞേ. ആന്റിയുടെ നീക്കം എന്താണെന്ന് ഇതുവരെ ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആന്റി അങ്ങോട്ട് തിരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അമ്മ വന്നാലേ അറിയാൻ പറ്റൂ. ആന്റിയുടെ പ്ലാനുകൾ എന്താണെന്ന് അറിഞ്ഞാൽ ഉടൻ വിവരം അറിയിക്കണം. നന്ദു ഇവിടെ ഉള്ള കാര്യം ആന്റി അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നേ. ആന്റിക്കും അതിന്റെ ഒരു ടെൻഷനുണ്ട്. നന്ദു ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മുരളിയേട്ടൻ അമ്മയോട് ഇപ്പൊ പറയണ്ട. മുരളിയേട്ടൻ നല്ല ടെൻഷനില്ല. എന്തിന്? ക്വസ്റ്റ്യൻ ചെയ്യാൻ ആന്റി വിളിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഏത് നിമിഷവും അത് സംഭവിക്കാം. അമ്മ വരുന്നുണ്ട്. വരവ് കണ്ടിട്ട് എന്തോ പന്തികേടുണ്ടെന്നാ തോന്നുന്നേ. ഞാനേ പിന്നെ വിളിക്കാം. ഇതിപ്പോ ആകെ പ്രശ്നമായല്ലോ നന്ദു. ആവട്ടെ, ഐ ഡോണ്ട് കെയർ. എനിക്ക് എന്റെ ദേവി കഴിഞ്ഞ ഇനി എന്തോ ഉള്ളൂ. മുരളി എന്തേടി? എവിടെയുണ്ട്? എടാ മുരളി, കുളിക്കാമേ. എന്താ കാര്യം? അവനെ ഒന്നേ കൺകുളിർക്കെ കാണാനാ. പോയി വിളിക്കടി അവനെ. ഒന്നല്ലോ മോനെ മുരളി, എളുപ്പം നീ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തോ കാഞ്ഞ പണി കിട്ടിയിട്ടുണ്ടല്ലോ. എന്താ മോനെ എളുപ്പം മേക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്തേ ചന്ദ്രോത്തിക്ക് ഒന്ന് വാ. എന്താ കാര്യം? നിന്നെ ഒന്ന് കാണണേ. പ്രഭകുഞ്ഞിനൊരു മോഹം. ഉറഞ്ഞതുല്ലേ അവിടെ നിപ്പുണ്ട്. ഇതുവരെ നീ കളിച്ച നാടകമൊക്കെ പ്രഭകുഞ്ഞിന് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിന് സമ്മാനം തരാനാ വിളിക്കുന്നത്. അമ്മേ, അതിന് ഞാൻ പിന്നെ അവിടെ നിന്ന് താളം തള്ളാതെ എളുപ്പം അങ്ങോട്ട് വാടാ. അമ്മേ, അല്ല ഞാനെന്തിനാ ഇപ്പോ? മുരളിയേട്ടൻ തന്നെ പോണം. വേഗം പോവാൻ നോക്ക്.
ഞാൻ ഓഫീസിൽ പോവാണേ. ഓക്കെ ബൈ. അതെ, ഇന്നലത്തെ പോലെ ലേറ്റ് ആവരുത്. ഇല്ല, എനിക്ക് നിന്നെ ഓർത്ത് ആദ്യ പിടിച്ചിരിക്കാനൊന്നും വയ്യ. എനിക്ക് ഓഫീസിൽ കുറച്ച് അത്യാവശ്യ വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് ഉടനെ ഇങ്ങ് വരും. പോയിട്ടോ. ശരി. എന്താണ് മുരളി സാർ? കൂട്ടുകാരനെ തേടി വന്നാണെങ്കിൽ അവനിവിടെ ഇല്ല. നന്ദൻ നല്ലൊരു പണി എനിക്ക് തന്നു. അറിഞ്ഞല്ലോ അല്ലേ? എന്താ? ഈ ലോകം മുഴുവൻ അറിഞ്ഞു. പിന്നെ മുരളി ഇതറിയാതിരിക്കോ? ദാ ഇത് കണ്ടോ? എന്നെ അവൻ താലി കെട്ടി ഭാര്യയാക്കി. ഈ കാര്യം നീ അറിഞ്ഞില്ലല്ലേ? ആന്റി അകത്തില്ലേ? ഉണ്ട്, ചെല്ല്. ശരിയപ്പോ. ആന്റി, ആന്റി വിളിച്ചു എന്ന് പറഞ്ഞു. എന്താ ആന്റി? ഈശ്വര, ഇപ്പൊ അടിപൊട്ടുമല്ലോ. വിളിച്ചത് എന്തിനാണെന്ന് അറിയാമല്ലോ നിനക്ക്? ഇല്ല. ഇല്ലേ? അങ്ങനെ പറഞ്ഞ് എന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതുന്നുണ്ടോ നീ? എന്റെ ചോദ്യം എന്തായിരിക്കുമെന്ന് നിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. നീ എന്തിനാ എന്നോടിങ്ങനെ ചെയ്തത്? ഇങ്ങനെ ഒരു ചതി ചെയ്യാനും മാത്രം എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്? പറയടാ, എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? ആന്റി, ഞാൻ എന്ത് ചെയ്തു ആന്റി പറയുന്നത്? ഓ, അപ്പം നിനക്കൊന്നും അറിയില്ല. ഭാർഗവി, ഈശ്വര, കുഞ്ഞേ, എന്നോടും ഈ കുടുംബത്തിനോടും ചെയ്തത് എന്താണെന്ന് നിന്റെ മോൻ അറിയില്ലാത്രേ. ഇനി നിനക്കും ഒന്നും അറിയില്ലെന്ന് പറയൂ. കുഞ്ഞെ, ഞാൻ നിനക്കറിയാമെങ്കിൽ മോനോടൊന്ന് പറഞ്ഞു കൊടുക്ക്. ദേവികയുടെ കാര്യമാണോ കുഞ്ഞ്? ആദ്യം അവന് ഉറുമിയുടെ കൂട്ടുകാരിയായിരുന്നു, പിന്നെ നിന്റെ ഭാര്യയായി.
സ്നേഹിച്ച് തട്ടിക്കൊണ്ടുവന്നതിന്റെ കഥകൾ കേൾക്കാൻ എന്ത് രസമായിരുന്നു. എന്തൊക്കെ നാടകങ്ങളാ നീ ഞങ്ങളുടെ എല്ലാം മുമ്പിൽ അഭിനയിച്ച് തകർത്തത്. എന്റെ നന്ദനെ പോലെ ആയിരുന്നില്ലേ നീ എനിക്ക്? ആന്റി, പിറന്നു വീണ അന്നു മുതൽ നന്ദനെ എന്തു വാങ്ങിയാലും അത് മുരളിക്ക് കൂടി വേണമെന്ന് ഓർത്തു വെച്ചവളാ ഞാൻ. ഒരു കുഞ്ഞുടുപ്പ് പോലും എന്റെ മോന് മാത്രമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഈ തറവാട്ടിലല്ലേ നീയും പിച്ച വെച്ച് തുടങ്ങിയത്? കഥകൾ പറഞ്ഞും പാട്ടുപാടിത്തന്നും നിന്നെ ഞാൻ എത്ര ഊട്ടിയിരിക്കുന്നു. നിന്റെ ഓരോ ആവശ്യങ്ങളും അറിഞ്ഞു നിറവേറ്റിയവളല്ലേ ഞാൻ. അതിന്റെയൊക്കെ കൂലിയായിട്ടാണോ നീ എന്നോട് ഈ ചതി ചെയ്തത്? ആന്റി, കുഞ്ഞിനോട് മാത്രമാണോ? നന്ദമോനോട് ഇവൻ ചെയ്തതും കൊല ചതിയല്ലേ? നന്ദമോൻ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കുമോ? എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന വീടാ ഇപ്പൊ സങ്കടവും വഴക്കും ഒഴിഞ്ഞിട്ട് നേരമുണ്ടോ? ആന്റി, എനിക്കവൻ കൂടപ്പറപ്പിനെ പോലെയല്ലേ. അവനൊരു ഇഷ്ടം പറയുമ്പോ ആ ഇഷ്ടം അവന്റെ ഭാവി തകർത്ത് കളയുമെന്ന് നിനക്കറിയില്ലേ? അവനെ ആ ബന്ധത്തിൽ നിന്ന് അകറ്റാനല്ലേ നീ നോക്കേണ്ടത്? ഞാൻ പറഞ്ഞാലൊന്നും നന്ദൻ ദേവികയെ മറക്കാൻ തയ്യാറാവില്ല ആന്റി. അവര് തമ്മിൽ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാ. അവൻ മാറില്ല എന്ന് ഉറപ്പായപ്പോ നീ എന്താ വേണ്ടത്? അവരുടെ കല്യാണം നടത്തി കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ആണോടാ? ആന്റി, എനിക്ക് അവന്റെ കൂടെ നിൽക്കാനല്ലേ പറ്റൂ. അല്ല, കുടുംബത്തിന് ചേരാത്ത ഒരു ബന്ധത്തിന് മുതിർന്നപ്പോ അത് വന്ന് എന്നോട് പറയണമായിരുന്നു. അതല്ലേ ഈ കുടുംബത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത്. തക്ക സമയത്ത് നീ എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ദേവിക ചന്ദ്രോത്ത് തറവാടിന്റെ അന്തസ്സിന് മേലെ ഇങ്ങനെ വളരില്ല. വളർത്തില്ല ഞാൻ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ തറവാടിന് വരാൻ പോകുന്ന മാനക്കേട് എത്രയാണെന്ന് വല്ല ചിന്തയുണ്ടോ നിനക്ക്? അതിൽ നിനക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണോ? നിന്റെ ഭാര്യയായിട്ട് കുറെ കാലം നിന്റെ കൂടെ പുറത്ത പെണ്ണാ ദേവിക. അവളെയാണോ ഇനി ചന്ദ്രോത്ത മരുമകളായി ഞാൻ സ്വീകരിക്കേണ്ടത്? ആന്റി, അതും നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ നീ? ആന്റി, നന്ദൻ. ഇല്ല, അതൊരിക്കലും നടക്കില്ല. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ വീട്ടിൽ നിന്ന് അത്തരം അപമാനത്തിന്റെ കഥ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ആന്റി, ചോദിക്കുന്നത് എന്തും ഞാൻ കൊടുക്കാം. അവൾ ഒഴിഞ്ഞു പോകണം. പോയേ പറ്റൂ. ആന്റി, അത് നിന്റെ ഉത്തരവാദിത്വം. എന്നോട് ചെയ്ത ചതിക്ക് ഞാൻ തീരുമാനിച്ച ശിക്ഷയാണെന്ന് കൂട്ടിയാ മതി. ദേവികയെ നീ ഒഴിപ്പിച്ചു വിടണം. അതിനെന്തും മാർഗവും നിനക്ക് സ്വീകരിക്കാം. നിന്റെ കൂടെ ഞാനുണ്ട്. ഇന്നോ നാളെയോ ദേവിക നന്ദനെ വിട്ട് പോയിരിക്കണം. മനസ്സിലായല്ലോ നിനക്ക്? അല്ല ആന്റി, അത് ആന്റി,
ചന്ദ്രോത്ത് തണലിൽ ജീവിച്ചു പോന്നവരാ നമ്മള്. ഇവിടുത്തെ പ്രഭകുഞ്ഞിന്റെ കാരുണ്യത്തിലാ ഞാൻ നിങ്ങളെ കൊണ്ട് ഇത്ര കാലം ജീവിച്ചത്. അത് മറക്കരുത് നീ. എന്ന് വെച്ച് ഞാൻ വേണ്ട, ഇവിടെ കാണുന്ന ശബ്ദം ഉയർത്തണ്ട. പോയി എന്താ വേണ്ടതെന്ന് ചെയ്തിട്ട് വാ. നന്ദനോടെ അച്ഛനെ ഉഴിച്ചിലിന് കൊണ്ടുപോയി. കൂടെ പോയതാ. ഇപ്പൊ വരും. നീയാള് കൊള്ളാലോ. പൂച്ചയെ പോലെ പാത്തും പതിങ്ങളും നിപ്പും സംസാരമൊക്കെ കണ്ട് വിശ്വസിച്ച ഞാൻ മണ്ടിയല്ലേ? രജനീച്ചി, ഏതൊക്കെ വേഷത്തിലാ നീ അഭിനയിച്ച് തകർത്തത്? മുരളിയുടെ ഭാര്യ, ചന്ദ്രോത്ത് അടുക്കള വേലക്കാരി, അവസരന്തേ ഇപ്പൊ അച്ഛന്റെ ഹോം നേഴ്സും. അല്ല, ഇതിലേത് വേഷം റിയല്? ഓ, മറന്നു. ഇപ്പോ ചന്ദ്രോത്ത് മരുമകളാണല്ലോ അല്ലേ? ഇതിലേതാ ഞാൻ വിശ്വസിക്കേണ്ടത്? ചേച്ചി പ്ലീസ്, ഈ വേഷങ്ങളൊന്നും ഞാനായിട്ട് എടുത്തതല്ല. എന്റെ ഗതികേട് കൊണ്ടാ. ഇതിന് ഗതികേടെന്നല്ല പറയേണ്ടത്, സാമർത്ഥ്യം. ആ വാക്ക ചേര. ഇത്രയും പേരെ ഒരു സംശയം തോന്നിപ്പിക്കാത്ത വിധത്തില് കബളിപ്പിച്ചില്ലേ? അതിനൊരു അവാർഡ് കിട്ടണം നിനക്ക്. ഇത് സിനിമയിൽ ചെയ്തിരുന്നല്ലേ, നിനക്കൊരു ഓസ്കാർ എങ്കിലും പ്രതീക്ഷിക്കായിരുന്നു. ഓ, ഓസ്കാർ അല്ല, അതിലും വലിയ അവാർഡാ കിട്ടേണ്ടത്. ഓസ്കാർ സിനിമയ്ക്കല്ലേ, അതിന് ചൂടും ചൂരൊന്നും കാണില്ലല്ലോ. ജീവിതത്തിൽ അതിലും പാടാ. അവിടെയാ നീ എല്ലാവരെയും പറ്റിച്ചത്. ചേച്ചി, ഞാനൊന്നും വേണ്ട, ഇനി ഒന്നും നീ പറയണ്ട. എല്ലാവരും അറിഞ്ഞു. നിന്റെ ആഗ്രഹം പോലെ നന്ദൻ തനത് അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇനി എന്താ അടുത്ത പരിപാടി? കൊട്ടും കുരുവയായിട്ട് വന്ന് നിന്നെ ചന്ദ്രോത്ത് കൊച്ചമ്മയായിട്ട് വാഴിക്കാൻ കൊണ്ടുപോകുന്നാണോ നിന്റെ മോഹം? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണം? നന്ദൻ താലികെട്ടിയ പെണ്ണല്ലേ നീ? അവന്റെ ഭാര്യയായിട്ട് ജീവിക്കണോ? വേണോ? വേണം. ചന്ദ്രോത്ത് തറവാടിന്റെ അനന്തര അവകാശി അവൻ. അവന്റെ ഭാര്യ അവന്റെ കൂടെ അവിടെ വേണം. അങ്ങോട്ട് കേറി വരാനുള്ള ചങ്കൂറ്റുണ്ടോ നിനക്ക്? ഉണ്ടോന്ന്? ഇല്ല. പിന്നെന്തിനാ ചവിട്ടി അരച്ചിട്ട് സഹിച്ച് ഇത്രയും നാള് കാത്തിരുന്നത്? അനുഭവിച്ചിട്ടൊന്നും മതിയായില്ലേ നിനക്ക്? ഇല്ലേന്ന് ഒരൊറ്റ വീക്ക് വെച്ചേരാ വേണ്ടത്. മരിക്കാൻ വിഷം കയ്യിലെടുത്തപ്പോ പോലും പറഞ്ഞില്ല. ഒരു വാക്ക് നിനക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നോ? ഒരു ചേച്ചിയെ പോലെ സ്നേഹിച്ചല്ലേ നിന്നെ ഞാൻ. ചേച്ചി, നീ എന്താണ് ഇങ്ങനെ ഒരു പാവമായി പോയത്? എന്റെ നന്ദന്റെ പെണ്ണല്ലേ നീ? ആ ധൈര്യം കാണിക്കണ്ടേടി. കരയണ്ട. സ്നേഹിച്ചതിന്റെ പേരിൽ ഒരുപാട് കരഞ്ഞവളാ ഞാൻ. നീ സഹിച്ചതിന്റെ മുന്നില് ഞാനൊന്നുമല്ല. ഇനി വേണ്ട, എല്ലാ സങ്കടവും മാറും. എന്റെ നന്ദൻ
ചങ്കി ചേർത്ത് വെച്ച പെണ്ണാ നീ. നിന്നെ ഇനി ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ ഇനി ചന്ദ്രത്ത് കുട്ടിയാ. വാ. അമ്മ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതെ, പോണം. ചേച്ചി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വേണ്ടാന്ന് പറഞ്ഞിട്ടും അമ്മ പോയിന്നറിഞ്ഞാ ചേച്ചിക്ക് ടെൻഷനാവും. അവിടെ ചെന്ന് അവരുടെ പരിഹാസം കേട്ട് വിഷമിക്കണോ? അവരെന്നെ അപമാനിക്കുന്നു ഊഹിച്ചു പറഞ്ഞതല്ലേ. അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ലല്ലോ. എന്റെ മനസ്സ് പറയുന്നത് നന്ദന്റെ അമ്മ എതിർത്തൊന്നും പറയില്ലെന്ന് തന്നെയാ. അതെന്താ? അവർക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയില്ലല്ലോ. അതുകൊണ്ടല്ലേ അവരിങ്ങനെയൊക്കെ കാര്യങ്ങൾ നീക്കുന്നത്. കാര്യം അറിഞ്ഞു കഴിയുമ്പോ അവരിതിന് ന്യായമായ ഒരു പരിഹാരം ഉണ്ടാക്കും. ദേവികയുടെ കാര്യത്തിൽ നന്ദന്റെ അമ്മ എതിർക്കാൻ ശ്രമിക്കില്ല. അവർക്കും ഒരു പെൺകുട്ടിയുള്ളതല്ലേ. പ്രഭയാന്റെ അമ്മയെ പോലെയാണെന്ന് വിചാരിക്കരുത്. ഒരു പെൺകുട്ടിയുടെ അമ്മയായതുകൊണ്ടാ രജനീച്ചിയുടെ ജീവിതം ഈ വിധത്തിൽ തകർത്തു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നന്ദന്റെ അമ്മ എതിര് പറയില്ല.